നഷ്ടം നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 22 വർഷമായിട്ട് എൻ്റെ നാട്ടിലൂടെ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് എൻ്റെ ഈ പുറകെ കാണുന്നത് കേട്ടോ. കഴിഞ്ഞ 22 വർഷമായിട്ട് എൻ്റെ ഡ്രൈവർ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കണ്ടക്ടറിന് ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് സ്റ്റോറി പറയാൻ പോകുന്നത് നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ സർവീസ് നടത്തുന്ന, ഇതിൻ്റെ ഓണറായ സർവീസ് നടത്തുന്ന ഒരു ലേഡിയാണ് കേട്ടോ. 22 വർഷമായിട്ട് ഈ ബസ് സർവീസ് നടത്തുന്ന ഒരു പെണ്ണാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചേച്ചിയുടെ പേര് പറഞ്ഞിട്ട് തുടങ്ങാമോ? പേരെന്നായിരുന്നു ചേച്ചിയുടെ? ആ, മേഴ്സി. ചേച്ചി നമ്മുടെ വണ്ടി ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര കാലമായി? 22 വർഷം കഴിഞ്ഞു. 22 വർഷം കഴിഞ്ഞല്ലേ? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചേച്ചിയുടെ വണ്ടിയിലായിരുന്നു ST ഒക്കെ കൊടുത്ത് പോയിക്കൊണ്ടിരുന്നത്. ചേച്ചിക്ക് നമ്മുടെ വണ്ടിയുടെ പേര് ഹണി, അതെങ്ങനെയാ ചേച്ചിക്ക് കിട്ടിയത്? കുട്ടിയെ മോളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഹണി. നല്ല പേരാണ്. അത് നമ്മളെ നാട്ടിൽ എല്ലാവർക്കും ഹണി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം. അതെ, അത്രയും പ്രശസ്തമാണ്. ചേച്ചിയുടെ ഫാമിലി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഫാമിലിയില് ഹസ്ബൻഡ് ഉണ്ട്, പഠിക്കുവാണ്. ഓക്കെ. അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നല്ല രീതിയിലല്ലേ? ചേച്ചിയുടെ തുടക്കകാലത്ത് ബസ് എടുക്കണം എന്നുള്ള ആഗ്രഹം വന്നത് എങ്ങനെയാ? ആഗ്രഹം വന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിള്ളേരെല്ലാം പോയി ബസ് തടയുന്നതിന്റെ കാരണം പാസ് വർദ്ധിക്കാതിരിക്കാനാണ്. വർദ്ധിക്കുക അതുകൊണ്ട്. അപ്പൊ ഞാൻ മാത്രം പോയില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. 3-4 ബസ് ഞാൻ തടഞ്ഞിട്ടു, എല്ലാം അപ്പുറം മാറ്റിയിട്ടു. കണ്ണൂര്, തലശ്ശേരി, കോഴിക്കോട് ഒക്കെ പോന്ന ബസ്സുകളാണ് ഈ തടഞ്ഞിട്ടത്. അങ്ങനെ കേസ് ചാർജ് ചെയ്തു. മട്ടന്നൂർ കോടതിയിലേക്ക് പോയി കേസ്. അങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ മെഡിക്കൽ ബിരുദം പഠിക്കാനായിട്ട് കർണാടകയ്ക്ക് പോയി. അവിടെ 2 വർഷം പഠിച്ച് പാസ്സായതിനു ശേഷം ഞാൻ പെട്ടെന്ന് ദുബായിക്ക് പോവുകയായിരുന്നു. പണം ഞാൻ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി എന്നുള്ളൊരു സ്വപ്നം. അത് കഴിഞ്ഞിട്ട് ലീവിൽ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അന്നൊക്കെ റോഡ് നല്ലതല്ല, അതുകൊണ്ട് ഒരു ജീപ്പാണ് എടുത്തേ. ആ ജീപ്പ് എടുത്ത് ഫസ്റ്റ് ജീപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ജീപ്പ് കൂടെ എടുത്തു. അങ്ങനെ 2 ജീപ്പായി. ആ 2 അതിന്റെ പേരുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതിന്റെ പേര് തൊമ്മിക്കാട്ടിൽ നിന്നായിരുന്നു. ജീപ്പിനിട്ടത് അന്ന് കൊച്ചുങ്ങളില്ലല്ലോ. അത് ശേഷം വിദേശത്തുനിന്ന് തീർത്തു ഇങ്ങി പോരുവാണ്. അങ്ങനെ പോന്നു. 2003 ഈ ജീപ്പുകളെല്ലാം കൂടെ വിറ്റിട്ട് ബസ് ചാറുപുറ 2003 3 ബസ് എടുത്തു. 3 ബസ് ഉണ്ടായിരുന്നു. 3 ബസ് എടുത്ത് പഠിച്ചു വരുമല്ലേ. അങ്ങനെ 3 ബസ്സും കൊണ്ട് ഇതിന്റെ ലോൺ അടയ്ക്കണം, പിന്നെ ഇതിന്റെ ടാക്സ് അടയ്ക്കണം, പിന്നെ ഇതിന്റെ ഇൻഷുറൻസ് അടയ്ക്കണം. എല്ലാം കൂടെ ആയപ്പോഴത്തും കടത്തിന് കൊടുത്ത് കടമായി. അങ്ങനെ ഈ 3 ബസ്സിൽ 2 എണ്ണം വിറ്റു. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവരെന്നെ ഒന്നും പറഞ്ഞില്ല. നമ്മളെ ഒരു സ്ത്രീയായിട്ട് പോലും വണ്ടികളോട് ചെയ്യട്ടെ. അങ്ങനെ പിന്നെ 2 ബസ് വിറ്റു. 1 ബസ് പുതിയതാണ് എടുത്തത്. അത് വിൽക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അത് നീങ്ങിക്കൊണ്ടേയിരുന്നു. 2015 ആയപ്പോൾ 1 ബസ് കൂടെ എടുത്തു. ഈ കടങ്ങളൊക്കെ ഉണ്ടായിട്ട് വണ്ടിയോടുള്ള ഒരു ആഗ്രഹം, അമിതമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പാണെങ്കിൽ എടുക്കൂല. ഇപ്പോഴത്തെ അവസ്ഥ ചെയ്യൂല. എന്നിട്ട് അങ്ങനെ 2018 ആയപ്പോൾ ആദ്യം എടുത്ത പുതിയ വണ്ടി, ആ പുതിയ വണ്ടി വിറ്റു. പിന്നെ 19-20 കൊറോണയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്നും ഓടാൻ വയ്യാതെ നിർത്തിയിട്ടേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വണ്ടി എടുത്തു. ആ വണ്ടി വിറ്റു. വീണ്ടും എടുത്തതാണ് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി. നല്ല രീതിയിൽ സർവീസ് ഒക്കെ നടക്കുന്നുണ്ടോ? ഇപ്പൊ മൊത്തം എത്ര വർഷമായെന്ന് പറഞ്ഞ സർവീസ് തുടങ്ങിയിട്ട്? 22 വർഷമായി ചേച്ചി വണ്ടി ഫീൽഡിൽ. 2003 ഇതിലേക്ക് വന്നു അല്ലേ? 4 വന്നു. ബസ് എടുത്തതാണോ നമ്മുടെ ഈ ഹണി എന്നുള്ള ബ്രാൻഡ് പേര് വന്നത്? എന്റെ കുട്ടി ജനിക്കുന്നത് 2000-ലാണ്. 2000 കല്യാണം കഴിച്ചിട്ട് കുട്ടിക്ക് ഞങ്ങള് ഹണി അങ്ങനെ അത് ബസ്സിലേക്ക് വന്നു അല്ലേ? ഇപ്പൊ നല്ല രീതിയിൽ ബസ്സും കാര്യങ്ങളും സർവീസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ?
പിന്നെ ചേച്ചി സിനിമയിലൊക്കെ അഭിനയിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. 2-3 പടത്തിൽ 2-3 പടത്തിലുണ്ട്. ചെറിയ റോളില്, ചെറിയ റോളിലൊക്കെ. നഗരം, പിന്നെ മറ്റൊന്ന് സംഗീതം ഉണ്ടായിരുന്നു. ചെറിയ റോളിലാണ് വന്നത്. എന്നാലും ഉണ്ട്. ഈ ബസ്സിലും കാര്യങ്ങളൊക്കെ പോവാറുണ്ടോ? എങ്ങനെയാ? ഇടയ്ക്ക് കയറിപ്പോ എന്തെങ്കിലും വിഷമത വന്നു കഴിഞ്ഞാല്. കഴിഞ്ഞ 2 മാസം മുന്നേ പിന്നെ കുറച്ച് 2 ആൺപിള്ളേര് മദ്യപിച്ചിട്ട് എന്താ ലഹരി അടിച്ചിട്ട് വണ്ടി പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വിളിക്കാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞിട്ട് പോലീസുകാർ വരും. അപ്പോഴേക്കും അവന്മാര് ഓടി. ഈ 2 അവന്മാര് ഓടി. 25-30 വയസ്സുള്ള 2 പിള്ളേരായിരുന്നു. അവരെ എന്നിട്ട് വേഗം ഇറങ്ങി ഓടിയപ്പോൾ പോലീസ് ചെന്ന് അവരെ പിടിക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ വണ്ടി എടുത്തിട്ട് പോരുകയും ചെയ്തു. ആ നാട്ടുകാരാ പിള്ളേർക്കിട്ട് അടി പൊതിരെ കൊടുത്തു. അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരിക്കലും ഒന്നും കാര്യങ്ങളുണ്ടായിട്ടില്ല. ഈ വണ്ടി നമ്മുടെ സർവീസ് തുടങ്ങിയിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല അല്ലേ? പിന്നെ നമ്മുടെ നാട്ടുകാരുടെ സഹകരണം കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമ്മുടെ ഹണി ബസ്സിനോടുള്ള ഇതൊക്കെ എങ്ങനെയാ? വേറൊന്നും കൂടി പഠിക്കുമ്പോ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ നാമത്തിലാണ് കുട്ടികളുടെ ട്രിപ്പ് മുഴുവൻ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തത്. കുട്ടികളെ സ്കൂളിൽ പോകുന്നതും വരുന്നതും. അതെ. ഞാനൊക്കെ 2005-2004 കാലഘട്ടത്തിൽ പരിക്കുള സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മുടെ ഹണിയിലായിരുന്നു. അതെ. അന്നേരം നമ്മളിങ്ങനെ വണ്ടിയോട് ഭയങ്കര ഭ്രാന്താണല്ലോ. അതിന്റെ ഭാഗമായിട്ട് പൊതുവെ ഉള്ള പ്രൈവറ്റ് സർവീസ്, ബസ് സർവീസ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മറ്റ് സർവീസിനെ കുറിച്ച് അറിയില്ല. എന്റെ ബസ്സിനെ കുറിച്ച് എനിക്ക് പറയാം. അനവധി ജനങ്ങളുടെ പിന്നെ അംഗീകാരമുണ്ട്, സഹകരണമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമ്മളൊരു പെൺ സംരംഭിക എന്നുള്ള നിലയിൽ എന്തൊക്കെയാ ഇത്? ആനുകൂല്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, കിട്ടിയിട്ടില്ല. നമ്മൾ ഈ ഇരിക്കുന്നത് ഒരു ചെറിയൊരു മെഡിക്കൽ ഷോപ്പിലാണ്. ഇത് ചേച്ചിയുടെ ആണോ? അതെ. എത്ര വർഷമായിട്ട് സ്റ്റാർട്ടായിട്ട്? 1997 അല്ലേ? 7 മാസത്തില്. ചേച്ചിയുടെ പഠനം കാലൊക്കെ എന്നായിരുന്നു? മെഡിക്കൽ ഇത് തന്നെയായിരുന്നു? ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഫാർമസി പഠിക്കാനാണ്. അത് കർണാടകയിലാണ് പഠിച്ചത്. അത് പഠിച്ചിറങ്ങി കഴിഞ്ഞപാടെ ഞാൻ വിദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞു. ശരി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ഈ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നത്. വന്നതിന്റെ പിറ്റത്തെ മാസം ഇവിടെ ഈ ബിൽഡിങ് വാടകയ്ക്കാണ്. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പിന്നെ ഡോക്ടറാണ് ഇതിന്റെ ഉടമ. ബിൽഡിങ്ങിന്റെ ഓണർ. നമ്മുടെ ചേച്ചി ഇവിടെ മെഡിക്കൽ ഷോപ്പ്, നമ്മുടെ ഈ ഉളിക്കൽ ടൗണിൽ മെഡിക്കൽ ഷോപ്പ് തുടങ്ങുമ്പോൾ അന്ന് ഇവിടെ വേറെ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളും CK മെഡിക്കൽസ് ഉണ്ട്. CK മെഡിക്കൽസ് അന്ന് മുതലേ ഉണ്ട് അല്ലേ? ചേച്ചി 22 വർഷമായിട്ട് ബസ് സർവീസ്, അതായത് വണ്ടി ഭ്രാന്ത് എന്നുള്ള നിലയിൽ ബസ് സർവീസ് തുടങ്ങിയിട്ട് ചേച്ചി തൃപ്തികരമാണോ? 22 വർഷത്തെ ചേച്ചിയുടെ വണ്ടി ജീവിതത്തിൽ നഷ്ടം തന്നെയായെങ്കിലും ആ ഒരു ആഗ്രഹം അല്ലേ നഷ്ടം നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. അതെ. എന്നാലും എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങനൊരു ചേച്ചി ബസ് ഇത്രയും വർഷമായിട്ട് ഫീൽഡിലുള്ളത് നമുക്കൊക്കെ ഒരു അഭിമാനമുള്ള കാര്യമാണ്. ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു.